ഇവിടെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് 6,17,236 രൂപ എങ്ങനെ വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. 21/11 ഇനോഗ്രേഷൻ ദിവസം. അതായത് ഈ ബുക്ക് കീപ്പ് ചെയ്യുന്നത് അക്കൗണ്ട്സിലാണ്. ഒരു സ്ഥാപനത്തിൻ്റെ മൊത്തം കണക്കാണ് ഇതിലൂടെ പോകുന്നത്. അതായത് ഈ സ്ഥാപനം ഓപ്പറേഷൻ ചെയ്യുവാൻ, അതായത് ഈ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ വരുന്നത് 2.5 കോടി രൂപയാണ്. ആ 2.5 കോടി രൂപയിൽ നിന്ന് അവർ ചിലവഴിച്ച പൈസ ഇന്നലെ വരെ ഈ സ്ഥാപനം, അതായത് 20/11/2024 വരെ ഇതിൻ്റെ ഓപ്പറേഷൻസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതായത് ഈ സ്ഥാപനത്തിനിട്ട് വേണ്ടിയിട്ടുള്ള അസറ്റുകൾ വാങ്ങുക, പർച്ചേസുകൾ നടത്തുക, മിഷനറീസ്, സ്റ്റാഫിന് വേണ്ട ട്രെയിനിങ് കാര്യങ്ങളെല്ലാത്തിനും വേണ്ടിയിട്ട് അവർക്ക് മൊത്തം പണം ചിലവായി. ആ എല്ലാ എക്സ്പെൻസുകളും കഴിഞ്ഞിട്ട് ഇനോഗ്രേഷൻ്റെ അന്ന് ബാക്കി വന്ന ക്യാഷാണ് 6,17,236 രൂപ. ആ ക്യാഷ് അവർ നേരെ ഓപ്പണിംഗ് ക്യാഷായിട്ട്, ആ സ്ഥാപനത്തിൻ്റെ ഓപ്പണിംഗ് ക്യാഷായിട്ട്, ബിസിനസ്സിൻ്റെ ഓപ്പണിംഗ് ക്യാഷ് ഓപ്പറേഷൻസിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ആ ഓപ്പറേഷൻസിലേക്ക് 6,17,000 രൂപ കൊണ്ടുവന്നതിലേക്ക് പിന്നെ വരുമാനം കമ്പനിയിൽ നിന്ന് വരുന്നത് ബിസിനസ്സിൽ നിന്നാണ്, സെയിലിൽ നിന്നാണ്. സൂപ്പർ മാർക്കറ്റിൻ്റെ സെയിൽ ഈ സൈഡ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എഴുതി. ഫുഡ് കോർട്ടിൽ നിന്ന് വന്ന വരുമാനം ഇവിടെ എഴുതി. അതേമാതിരി മറ്റു അട്ട വിറ്റ പൈസ എന്നുള്ള രീതിയിൽ അതും ഇവിടെ എൻ്റർ ചെയ്തു. അതർ ഇൻകമായിട്ട് തന്നെ അത് എൻ്റർ ചെയ്യണം. അങ്ങനെ എല്ലാത്തിൻ്റെയും ടോട്ടലാണ് ഇവിടെ വരുന്നത് 8,24,000. അന്ന് നടന്ന എക്സ്പെൻസുകൾ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടത്. എങ്കിലും നിങ്ങൾ ഈ കണക്ക് എഴുതുന്നത് പിറ്റേ ദിവസമായിരിക്കും. 21/11 ബിസിനസ് നടത്തി, അന്നത്തെ വരവും ചെലവും കൗണ്ടറുകളെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പിറ്റേ ദിവസമായിരിക്കും ക്യാഷ് ബുക്ക് കൃത്യമായിട്ട് എഴുതുക. അപ്പം ഇത് നടക്കുന്ന സമയത്ത് ഈ സ്റ്റേഷനറികൾ നടക്കുന്നത് ഒറ്റ എക്സ്പെൻസ് ആയിക്കൊള്ളണം എന്നില്ല. പല വൗച്ചറുകളിലുമായിട്ടായിരിക്കും ഈ എക്സ്പെൻസുകളെല്ലാം വന്നത്. അല്ലെങ്കിൽ ചെറുകിടക്കാരാണെങ്കിൽ ഒരു പേപ്പറിലോ അവരുടെ അക്കൗണ്ട്സിലോ ക്യാഷ് കൗണ്ടറിലോ എന്നുള്ളൊരു പേപ്പറിൽ അപ്പോൾ നടക്കുന്ന എക്സ്പെൻസുകൾ എഴുതി വെക്കും. വൗച്ചർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്, ഏറ്റവും നല്ലതും അതാണ്. എന്നിട്ട് അത് പിറ്റേന്ന് ക്രോഡീകരിച്ചു കൊണ്ടാണ് ഓരോ സ്പെസിഫിക് ഹെഡ്, അതായത് ഡിസ്കൗണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു 5-6 ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ എല്ലാം കൂടി ടോട്ടൽ ചെയ്ത് കണ്ടാണ് 350 ഇട്ടത്. എല്ലാം അങ്ങനെ തന്നെ. ഓക്കെ, അപ്പം വരവുകൾ ഒരു സൈഡ് എഴുതി, ചിലവുകൾ ഒരു സൈഡ് എഴുതി, അതിൻ്റെ ടോട്ടൽ ഇട്ടു. എന്നിട്ട് കിട്ടിയതാണ് ഈ ബാലൻസ്. ഈ ബാലൻസാണ് നമ്മൾ പിറ്റേ ദിവസത്തെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസായിട്ട് എൻ്റർ ചെയ്യാൻ പോകുന്നത്.